നമസർവേഭ്യഃ. ആത്മാവ് അമരമാണെന്ന് കൃഷ്ണൻ ഇതുവരെ പറഞ്ഞു. എന്നാൽ നമുക്കൊരു സംശയം തോന്നാം. ശരി, ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ പിന്നെ മരണം വലിയൊരു ദുഃഖമല്ലേ? അർജുനന്റെ ഉള്ളിലെ ഈ യുക്തിപരമായ സംശയത്തിനുള്ള മറുപടിയാണ് 26-27 ശ്ലോകങ്ങൾ. ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒന്നാണെന്ന് നീ കരുതിയാൽ പോലും ദുഃഖിക്കേണ്ടതില്ല എന്ന് കൃഷ്ണൻ പറയുന്നു. പ്രകൃതിയിലെ ഏറ്റവും വലിയ സത്യമായ മരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഭഗവാൻ നൽകുന്ന ആ വലിയ പാഠം നമുക്ക് നോക്കാം. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. അഥ ഇനി, ച ഏനം ഇവനെ, അതായത് ഈ ആത്മാവിനെ, നിത്യജാതം എപ്പോഴും ജനിക്കുന്നവനായി, നിത്യം എപ്പോഴും, വാ അല്ലെങ്കിൽ മന്യസേ നീ വിചാരിക്കുന്നു, മൃതം മരിക്കുന്നവൻ, തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. തഥാപി എങ്കിൽ പോലും, ത്വം നീ, മഹാബാഹോ ഹേ മഹാബാഹോ അതായത് അർജുന, ന പാടില്ല, ഏനം ഇവനെ കുറിച്ച്, ശോചിതും ദുഃഖിക്കാൻ, അർഹസി നീ യോഗ്യനാകുന്നു, ന അർഹസി നീ യോഗ്യനല്ല. ഇനി ഈ ആത്മാവ് എപ്പോഴും ജനിക്കുന്നവനാണെന്നും എപ്പോഴും മരിക്കുന്നവനാണെന്നുമാണ് നീ കരുതുന്നതെങ്കിൽ, ഹേ മഹാബാഹോ നീ ഇപ്രകാരം ദുഃഖിക്കേണ്ടതില്ല. അടുത്ത ശ്ലോകം നോക്കാം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച. ജാതസ്യ ജനിച്ചവന്, എന്തുകൊണ്ടെന്നാൽ ഹി ധ്രുവഃ നിശ്ചയമാണ്, മൃത്യുഃ മരണം, ധ്രുവം നിശ്ചയമാണ്, ജന്മ ജനനം, മൃതസ്യ മരിച്ചവന്, തസ്മാത് അപരിഹാര്യത്തെ ന ത്വം ശോചിതുമർഹസി. തസ്മാത് അതുകൊണ്ട്, അപരിഹാര്യെ ഒഴിവാക്കാൻ കഴിയാത്ത, അർത്ഥേ കാര്യത്തിൽ, ന പാടില്ല, ത്വം നീ, ശോചിതും ദുഃഖിക്കാൻ, അർഹസി നീ അർഹനാകുന്നു, ന അർഹസി അർഹനാകുന്നില്ല. ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് പുനർജന്മവും നിശ്ചയമാണ്. അതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയാത്ത ഈ കാര്യത്തിൽ, അതായത് ഈ മരണത്തിൽ നീ ദുഃഖിക്കുന്നത് ശരിയല്ല. ജീവിത പാഠം നോക്കാം. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ, അതായത് മരണം പോലുള്ളവ, പ്രകൃതി നിയമമായി അംഗീകരിക്കുക. അനിവാര്യമായതിനെ ചൊല്ലി ദുഃഖിക്കുന്നത് നമ്മുടെ കർമ്മശേഷിയെ തളർത്തുകയേ ഉള്ളൂ. ശ്ലോകം കേൾക്കാം. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജനനവും മരണവും ഒരു ചക്രത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണെന്ന് കൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ച് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. പകരം നമ്മുടെ മുന്നിലുള്ള കടമകൾ ഭംഗിയായി ചെയ്യുകയാണ് വേണ്ടത്. മരണത്തോടുള്ള പേടി മാറ്റാൻ ഈ ശ്ലോകങ്ങൾ നിങ്ങളെ സഹായിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ധന്യവാദ. ഹരേ കൃഷ്ണ.